നമ്മുടെ ഫോക്കസ് നമ്പർ 1 രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്നലെ MLA ആയി സഭയിലെത്തിയതിന്റെ 1ാം വാർഷികത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട രാഹുൽ അത്രയധികം നാണം കേട്ടിട്ടും കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ബലാത്സംഗ കേസിൽ 9ാം ദിവസവും രാഹുൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കീഴടങ്ങില്ല, നിയമ പോരാട്ടം ഒളിവിലിരുന്ന് തുടരുമെന്നതിന്റെ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുൽ അടുത്ത നീക്കം ഹൈക്കോടതിയിലേക്ക് നടത്തുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കുമെന്ന വിവരമാണ് വരുന്നത്. രാഹുലിനെതിരായ 2ാമത്തെ കേസിൽ AIG പൂങ്കുഴലി അന്വേഷിക്കും എന്നതും വ്യക്തമായിരിക്കുന്നു. ബംഗളൂരുവിലുള്ള പരാതിക്കാരിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് രാഷ്ട്രീയ നേട്ടമാക്കാൻ UDF ശ്രമിക്കുന്നതിനിടെ വിഷയം വിടാതെ കൂടുതൽ സജീവമാക്കുകയാണ് CPM. രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കോൺഗ്രസ് തന്നെയെന്നാണ് CPMന്റെ ആരോപണം. എന്നാൽ രാഹുലിനെ പോലെ സമാന കേസുകളിൽ ഉൾപ്പെട്ട മുകേഷ് അടക്കമുള്ളവർക്കെതിരെ CPM എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് UDF ഇതിനെ നേരിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് രാഹുൽ വിഷയത്തിൽ ഇന്ന് മുഴുവനായി നമ്മൾ കാണുന്നത്. നമുക്ക് വിശദമായി ഇത് പരിശോധിച്ചാൽ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെയാണ് സമീപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. ഇപ്പോൾ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ രാഹുൽ സമീപിക്കുകയാണ്. ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യം ലഭിക്കാൻ എന്തൊക്കെയാണോ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ ഹൈക്കോടതിയിലും ഉന്നയിച്ചിരിക്കുന്നത്. ബലാത്സംഗത്തിന് തെളിവില്ലെങ്കിലും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്യിച്ചതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തേക്കാമെന്നും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പ്രതിയുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പരിഗണിച്ചുമൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്നലെ കോടതി എത്തിയത്. ബലാത്സംഗ കേസിന്റെ FIR പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അത് കോടതി പരിശോധിച്ചിരുന്നു. രാഹുൽ വിഷയത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇന്നലെ മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തതെങ്കിൽ സമാനമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മേൽക്കോടതിയെ സമീപിച്ച് അവിടെ നിന്നൊരു ജാമ്യം നേടുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഒരു ജാമ്യം ലഭിച്ചുകൊണ്ട് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരാം എന്നതായിരിക്കും രാഹുലിന്റെ ശ്രമം. പക്ഷേ നാളെ ഇനി മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കുമ്പോൾ എന്താകും സാഹചര്യം എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഈ സാഹചര്യങ്ങളിലും രാഹുലുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണ്. രാഹുൽ വിഷയത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായ ദിവസം കൂടിയാണ് ഇന്ന്. രാഹുൽ വിഷയത്തിൽ ശക്തമായ നടപടിയെടുത്ത സാഹചര്യം അനുകൂലമാക്കാനാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നത്. രാഹുലിന്റെ അറസ്റ്റ് വൈകിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി ചെയ്യേണ്ടത് സർക്കാരാണ്, സർക്കാർ അത് വൈകിപ്പിക്കുന്നു, അത് അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നതാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറയാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നതും അതാണ്. ഇന്നലെ മുതൽ തന്നെ അദ്ദേഹം അക്കാര്യത്തിൽ ഊന്നൽ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. പരാതി ലഭിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുൻകൂർ തന്നെ അറിയാമായിരുന്നു. എന്നിട്ട് ആ സാഹചര്യം ഉണ്ടായിട്ടും രാഷ്ട്രീയ നേട്ടത്തിനായി അറസ്റ്റിന് തയ്യാറായിട്ടില്ല എന്നതാണ് VD സതീശൻ ഇന്നലെ ഉന്നയിച്ച ആരോപണം. ആ ആരോപണം തന്നെ അദ്ദേഹം ഇന്നും ആവർത്തിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു, സർക്കാർ പക്ഷേ ചെയ്യുന്നില്ല എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ, ഇല്ലേ? അത് പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. ആ അറസ്റ്റ് ഒന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവര് നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. അപ്പോ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതും VD സതീശൻ പറഞ്ഞതുമാണ് നമ്മൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA
എവിടെയുണ്ടെന്ന് ഇപ്പോൾ അറിയാവുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നതാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പോലീസിനും രാഹുൽ എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാം. പുകമറ സൃഷ്ടിച്ച് വിഷയം 1-2 ദിവസം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറയുന്നതും ഇതേ ലക്ഷ്യങ്ങളോടെയാണ്. അതായത് ഇതിന്റെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ശ്രമം നടക്കുന്നു എന്നത് പറയാൻ വേണ്ടിയാണ്. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് പോലീസ് തിരക്കഥയെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി വ്യക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ശബരിമല കൊള്ള മറയ്ക്കാൻ പോലീസ് നാടകം കളിക്കുന്നുവെന്നും അബിൻ വർക്കി വ്യക്തമാക്കി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പടക്കം പൊട്ടിക്കേണ്ടത് പിണറായി വിജയന്റെ ഓഫീസിന് മുന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷും ഇന്ന് പറഞ്ഞു. പൊതുച്ചോറിനെ ഡിവൈഎഫ്ഐ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്നത് ആണ് ഇന്നലെ ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ കണ്ടതെന്നും ജനീഷ് പറഞ്ഞു. അപ്പോൾ യൂത്ത് കോൺഗ്രസും മറ്റ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമെല്ലാം ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ രംഗത്തു വരുന്നു എന്നതാണ് ഇന്നത്തെ കാഴ്ച. അത് CPM പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് അത്ര എത്രത്തോളം ഗുണകരമാണെന്ന് അവരെന്നെ ആലോചിക്കുക. ആ പടക്കം പൊട്ടിക്കേണ്ടത് സത്യത്തിൽ പിണറായി വിജയന്റെ ഓഫീസിന് മുമ്പിൽ കൊണ്ടിട്ട് പൊട്ടിക്കേണ്ട പടക്കമാണ്. ആ പടക്കത്തിന്റെ ശബ്ദത്തിലെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. എത്ര പരാതികൾ ഇതിനു മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി അറിയാം ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ഏക ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഏർപ്പാടാണ് LDF കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ എന്തുകൊണ്ട് ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിയെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അവർക്ക് 2-3 ദിവസം കൂടി ഇതൊന്ന് നീട്ടിക്കൊണ്ടു പോകണം. 2-3 ദിവസം കൂടി നീട്ടിക്കൊണ്ടു പോയാൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ ഇത് ലൈവായി നടത്തിക്കൊണ്ടു പോകണം. ഇതാണ് കാര്യം. പോലീസ് ഒരു വലിയ ഡ്രാമ കളിക്കുകയാണ്. എന്താണ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശബരിമല സ്വർണ്ണ കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ പോലും കോടതിയുടെ വിധി പറഞ്ഞത് ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നുള്ളതാണ്. ആ അമ്പലം വിഴുങ്ങികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്പലക്കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പരിപാടി എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ ആരോപണമാണ്. അപ്പോൾ ആരോപണ മുനകൾ സർക്കാരിലേക്ക് തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ തന്നെ ഏറ്റവും ശക്തമായ നടപടിയെടുത്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യം ചോദിക്കുന്നു. ഈ അറസ്റ്റ് വൈകിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനല്ലേ എന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പരാമർശിച്ചത് നമ്മൾ കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിക്കുന്നതെന്ന് കാണാം. രാഹുലിനെ ആരാണോ വളർത്തിക്കൊണ്ടുവന്നത് അവർക്കൊക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിൽ കൂടിയാണ് ഈ CPM ഇപ്പോൾ ഈ വിഷയത്തെ മാറ്റുന്നത്. ആ രീതിയിൽ എല്ലാം അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനമാനങ്ങൾ നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ആക്കിയവർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നു. അത് തീർച്ചയായും VD സതീശനെയും ഷാഫി പറമ്പിലിനെയും ലക്ഷ്യമിട്ടാണ്. സമൂഹ മാധ്യമങ്ങളിലും ആ രീതിയിലുള്ള വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ ആണ് എന്ന ആരോപണം MV ഗോവിന്ദനും ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നു. ആ രീതിയിൽ ആരോപണം കോൺഗ്രസിലെ മറ്റ് നേതാക്കളിലേക്ക് കൂടി തിരിക്കുകയാണ് CPM ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ? ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാതൃകയോ? എന്ത് മാതൃക? ജയിലാകുന്നതിന് മുമ്പ് അവന്റെ മുമ്പിൽ ഇവരുടെ മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികൾ കെട്ടിക്കിടന്നിട്ട് അവസാനം കെട്ടിക്കിടന്നതിന്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം തെളിവ് മുഴുവൻ പുറത്തു വന്നതിന് ശേഷമാണ് UDFകാർ അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. നടപടി സ്വീകരിച്ചു എന്ന് വരുത്തിയത്, അയാൾ ഒരു നടപടി സ്വീകരിച്ചില്ല. അതെ, മുഖം രക്ഷിക്കാന്ന് പറഞ്ഞാൽ മുഖം രക്ഷിക്കുക, അങ്ങനെ പരിപാടി നമുക്കില്ല.
വെറുതെ മുഖം രക്ഷിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം മുഖത്തിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് രക്ഷിക്കേണ്ട വേറെ ഒരു കർസേവ നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇതിനകത്ത് ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അന്നുമില്ല ഇന്നുമില്ല. രാഹുൽ മാക്കൂട്ടൻ ഇതുപോലെ ലോകത്ത് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നിരവധിയായ ഒന്നും രണ്ടുമൊന്നുമല്ല നിരവധിയായ ആൾ 18 ആളാണ് പറയുന്നത്. 3 ആളിപ്പോൾ വന്നിട്ടുണ്ട്. നിരവധിയായ ആളുകൾ അവരെ ഗർഭിണിയാക്കുക, അതുപോലെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിക്കുക, അത് മുഴുവൻ പരസ്യമായിട്ട് രാജ്യം മുഴുവൻ അറിയുക, ലോകം മുഴുവൻ അറിയുക. കോൺഗ്രസ്സുകാരനെ അതിശക്തിയായിട്ട് ഇതിൽ എതിർക്കുക, അതിന് സൈബർ സെല്ല് കൊണ്ട് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക. ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ മറ്റേ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ആർഗ്യുമെന്റ് തന്നെയാണ്. ഒരാളെ നിങ്ങളുടെ ആർഗ്യുമെന്റാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആ രാഹുൽ മാക്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ ഒളിവിൽ താമസിപ്പിക്കുന്നത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവിൽ താമസിപ്പിക്കുന്നത്, സംരക്ഷണം ഒരുക്കുന്നത്, മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു നടപടിയെടുത്തതാണ് എന്നതാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. സമാനമായ നിലയിൽ ഈ വിഷയത്തെ സമീപിക്കുകയാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ, LDF മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ, CPM ഒക്കെ ആ രീതിയിലാണ് ഈ വിഷയത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടന്നത് ഒരു സംഘടിത കുറ്റകൃത്യം എന്ന് BJP കൂടി പറയുന്നുണ്ട്. കെ സുരേന്ദ്രന്റെ പ്രസ്താവന നമ്മൾ അങ്ങനെ വേണം കാണാൻ. അതായത് CPM പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിൽ ഒരു വ്യക്തി, രാഹുൽ എന്ന ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല, രാഹുലിനെ സംരക്ഷിച്ചവർ, രാഹുലിന്റെ ഈ സ്വഭാവ വൈകൃതങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ രാഹുലിന് വേണ്ട പിന്തുണ നൽകിയവർ, രാഹുലിനെ MLA ആക്കിയവർക്കൊക്കെ അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് BJP കൂടി പറയുകയാണ്. ഈ കാര്യങ്ങൾ അല്പം കടത്തി, കെ സുരേന്ദ്രൻ പറയുമ്പോൾ അല്പം കടത്തി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. ഇപ്പോൾ MLA-ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ കൂട്ടുത്തരവാദിത്തമുണ്ട് കോൺഗ്രസിന് ഈ കാര്യങ്ങളിൽ എന്നതാണ് കെ സുരേന്ദ്രനും ഈ വിഷയത്തിൽ പറയുന്നത്. അവസാന നിമിഷം വരെ ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന് അടക്കം ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്ററായിട്ടുള്ള ഷാഫി പറമ്പന്റെ സമ്മർദ്ദം, അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ജാമ്യം കിട്ടിയപ്പോഴാണ് ഒരു ഒറ്റ വരി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്. കേരളത്തിൽ അനേകം മഹിളാ നേതാക്കൾ, കോൺഗ്രസിന്റെ തന്നെ മഹിളാ നേതാക്കൾ അവരുടെ ദുരനുഭവങ്ങൾ ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് എല്ലാവരോടും, ഇവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെ സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം. പ്രിയങ്ക ഗാന്ധി MP ആണ്. രാജ്യം മുഴുവൻ നടന്ന് സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്കടക്കം ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് അങ്ങനെ ചാരിത്രം പ്രസംഗിച്ച് കൈകഴുകാൻ സാധിക്കുന്ന കേസല്ല. ദീപാദാസ് മുൻഷി ഒരു വനിതയാണ്. ദീപാദാസ് മുൻഷിയുടെ മുന്നിൽ മാസങ്ങൾ. അപ്പോൾ ഈ വിഷയം കോൺഗ്രസിനെതിരെ ശക്തമായി ഉന്നയിക്കുകയാണ് CPM-ഉം BJP-യും ചെയ്യുന്നത്. അത് കോൺഗ്രസ് നേതാക്കളൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് രാഹുലിനെ സംരക്ഷിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ നേതാക്കൾ, UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ ശ്രമിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് വൈകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ്. അപ്പോൾ ഈ വിഷയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഏറ്റവും സജീവമാക്കി നിർത്തുന്നു. രണ്ട് മുന്നണികളും അവർക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ ഈ വിഷയത്തിലെ ചർച്ചകൾ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നോക്കൂ, നമുക്കറിയാം ഇപ്പോൾ ഒരു പരാതിയില്ല, അതുകൊണ്ട് നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു SIT ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ പരാതി വന്നു. 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇന്നലെ കീഴടങ്ങും എന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ കാസർഗോഡ് ഹൊസ്ദൂർ കോടതിക്ക് മുന്നിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ അത് നടക്കുന്നില്ല. ഇനിയും ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാക്കുകയാണ്. അപ്പോൾ നമ്മുടെ അന്വേഷണ സംവിധാനത്തിന് പാളിച്ച സംഭവിക്കുന്നത് കൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ സർക്കാരിന്റെ കോർട്ടിലാണ്. ആ 9 ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടായാൽ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് സർക്കാരാണ്. ഈ മുൻകൂർ ജാമ്യം കോടതി ഇന്നലെ തള്ളിയതിനു ശേഷവും ഇന്ന് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ, കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ ജനങ്ങൾ കേൾക്കുകയാണ്. അതിന് ചില പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു? നിങ്ങളിത് രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിക്കുകയാണോ? ഈ വിഷയം രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ടുന്ന വിഷയമാണ്.
സ്ത്രീകൾ കുറച്ച് സ്ത്രീകൾ അനുഭവിച്ച വലിയ ബുദ്ധിമുട്ടിന്റെ വിഷയമാണ്. അവർ നേരിട്ട ചതിയുടെ വഞ്ചനയുടെ ഒക്കെ വിഷയമാണ്. അപ്പോൾ ബലാത്സംഗ കേസുകൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്, രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഉയരും. അത് ജനങ്ങൾ കേൾക്കും. അവർ എന്ത് ചിന്തിക്കും, എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം കേസുകൾ ഒരു തരത്തിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കണക്കാക്കേണ്ടുന്ന കേസുകളല്ല. അവിടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആണ് എങ്കിൽ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, തിരിച്ചടി ഉണ്ടാക്കും. അത് മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യം തേടി കൂടുതൽ നടപടികളിലേക്ക് കടക്കാതിരുന്നാൽ അത് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായി ഈ നടപടികൾ വൈകിപ്പിക്കുന്നവർക്ക് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഡാമേജ് അത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 2 തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ സജീവമായി നടക്കുകയാണ്.